ഹായ് ഡിയർ, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഷെല്ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ IELTS, OET, PTE റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടാറുള്ളത്. എൻ്റെ പേര് ഡോക്ടർ ഇഷൽ, ITEACH അക്കാഡമിയുടെ ഫൗണ്ടർ ആണ്. നമ്മുടെ അക്കാഡമിയിൽ IELTS, OET, PTE ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ IELTS, OET, PTE ക്ലാസ്സസ് ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടി പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടു കൂടി എൻ്റെ ക്ലാസ്സസും ട്രെയിനേഴ്സിന്റെ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ മെറ്റീരിയൽസ് എല്ലാം ഫ്രീ ആയിട്ട് തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നമ്മൾ മലയാളത്തിലും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ടിപ്സും ട്രിക്സും പറഞ്ഞു തന്ന നിങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞോളട്ടെ, 2025 ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓപ്പൺ അപ്പ് ആവുന്നത്. ഒരു IELTS, OET, PTE ഏതെങ്കിലുമൊക്കെ എഴുതി അബ്രോഡ് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് IELTS ഒക്കെ പഠിച്ച് പുറത്തോട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾക്ക് അബ്രോഡിലേക്ക് പോകണം എന്ന ആഗ്രഹമുള്ളവരും എല്ലാവരും മടിച്ചു നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യാം. ഒരു നല്ല ലാംഗ്വേജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രാറ്റജീസും മെത്തേഡ്സും അറിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബാൻഡ് 9 ബാൻഡ് വരെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങളൊരു സ്റ്റാർട്ടർ ആണ്, ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ, നിങ്ങൾ ഒരു വട്ടം എഴുതിയിട്ട് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ വാട്സാപ്പ് ആൻഡ് കോൾ അവൈലബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ജാനുവരി ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS 2025 വരാൻ പോകുന്ന മാറ്റങ്ങൾ, എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2025 എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ PTE ഒക്കെ പഠിച്ച് നിങ്ങൾ ഡിഫറെന്റ് കൺട്രീസിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി അടിയായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് മേജർ ആയിട്ട് വരാൻ പോകുന്ന ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പൊ IELTS നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, 2020 പോലെ അല്ല 2024. ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കുറെ ചേഞ്ചസുകളൊക്കെ വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം IELTS ഇപ്പം ഓരോ 20 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് IELTS സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം എന്താണ്, ഓരോ വർഷവും പല ചേഞ്ചസ് ഉണ്ട്. അപ്പം 2025 നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റ് കുറച്ചും കൂടെ പ്രാബല്യത്തിൽ വരാനുള്ള ഒരു എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇപ്പം യങ്സ്റ്റേഴ്സ് ഒക്കെ കമ്പ്യൂട്ടർ ഫ്രീക്സ് ആണ്. അവർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വളരെ ഈസി ആണ്. അവർ ജനിക്കുമ്പോൾ തൊട്ട് കാണുന്ന സാധനവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ വരാനാണ് ചാൻസ് കൂടുതൽ യങ്സ്റ്റേഴ്സ് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റിലേക്ക് മാത്രം പോകുമോ എന്ന് കുറെ പേര് ചോദിച്ചു. 2025 അങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയില്ല. കാരണം രണ്ടും ഉണ്ടാകാനാണ് ചാൻസ്. പെൻ ആൻഡ് പേപ്പർ ബേസ്ഡിന്റെ നമ്പർ കുറവായിരിക്കും. മന്ത്ലി 2 to 3 എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ കമ്പ്യൂട്ടർ ബേസ്ഡ് മിക്ക ഡേയ്സും തന്നെ അവൈലബിൾ ആണ്. ഈ സ്റ്റുഡന്റ് സൺഡേ വരെ എഴുതിയിരുന്നു. അപ്പം എല്ലാ ദിവസവും തന്നെ ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡിന്. ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഇല്ല, എല്ലാ ഡിസ്ട്രിക്റ്റിലൊന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് ഇല്ല. അപ്പം ഇനി അങ്ങ് വരുമ്പോഴത്തേക്കും എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലായിടത്തും തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് പറയുവാണെങ്കിൽ പാകിസ്ഥാനിലൊക്കെ UKVA കമ്പ്യൂട്ടർ ബേസ്ഡ് മാത്രമാക്കി. ഇപ്പൊ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പം ചിലപ്പം അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരാൻ UKVA ഒക്കെ ചിലപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് മാത്രം ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം പേപ്പർ ബേസ്ഡേ പറ്റുള്ളൂ എന്നുള്ളവര് ആദ്യത്തെ 2-3 മാസത്തിനുള്ളിൽ തന്നെ എഴുതുക. കാരണം അവർ കുറച്ച് ടൈം ഇട്ടിട്ടായിരിക്കും ഇത് പറയുള്ളൂ. അതായത് ഇന്ന മാസം മുതൽ UKVA കമ്പ്യൂട്ടർ ബേസ്ഡ് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ പാകിസ്ഥാനിൽ ഓൾറെഡി ആയി. അപ്പം നമ്മളും അത് ആന്റിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ എഴുതാനുള്ളവരെല്ലാം UKVA ഒക്കെ പെട്ടെന്ന് തന്നെ എഴുതുക. പിന്നെ എന്താണ്, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് കൂടുതൽ പ്രാബല്യത്തിൽ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ തന്നെ യങ്സ്റ്റേഴ്സിന് അതാണ് പ്രിഫറൻസ് എന്നുള്ളതിനേക്കാളും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡന്റ് സൺഡേ എഴുതിയിട്ട് സൺഡേ ഈവനിങ് ആണ് എക്സാം എഴുതിയത്. മൺഡേ രാവിലെ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് ഒക്കെ വന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ 24 hours പോലും എടുത്തില്ല, അതിന് മുന്നേ തന്നെ റിസൾട്ട് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ എന്തായാലും 3 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ആയിരിക്കും ഇനി കൂടുതൽ പ്രാബല്യത്തിൽ ഉണ്ടാവുക. നമുക്കിപ്പം ബുക്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാംബ്രിഡ്ജ് 1 to 19 ആണ്. ബോത്ത് ജനറൽ ആൻഡ് അക്കാഡമിക് രണ്ടിനും 1 മുതൽ 19 വരെ ബുക്സ് അവൈലബിൾ ആണ്. അപ്പം ഈ വർഷം 2025 കാംബ്രിഡ്ജ് 20 വരും. ഓൾമോസ്റ്റ് ഒരു മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇപ്പം എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ 19 വരെ പഠിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും കാംബ്രിഡ്ജ് 20 വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 20 ഇയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ് IELTS. അപ്പം ആ ഒരു ബുക്ക് എന്തായാലും വരും.
കമ്മിങ് ടു സ്പീക്കിംഗ്, നമ്മളുടെ കുറച്ച് ക്യൂ കാർഡ്സും ഫസ്റ്റ് പാർട്ട് ടോപ്പിക്സും ഒക്കെ പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ചേഞ്ചസ് വരും. ഇപ്പോഴത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അപ്പൊ അതന്നെ ഇപ്പൊ പഠിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യാം. ന്യൂ ടോപ്പിക്സ് വന്നു കഴിയുമ്പോൾ ഞാൻ അത് വീഡിയോ ആയിട്ടൊക്കെ ഇടാം. അപ്പൊ കുറച്ച് ന്യൂ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ആഡ് ചെയ്യും. പ്രത്യേകിച്ച് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്, സ്പേസ് റിസർച്ച്, അങ്ങനെ ടെക്നോളജിക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ തീർച്ചയായിട്ടും വരും. അപ്പൊ അങ്ങനത്തെ പുതിയ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനിയുള്ള സ്പീക്കിങ്ങിലൊക്കെ. അത് മാത്രമല്ല കുറച്ച് ടോപ്പിക്സും കൂടെ ആഡ് ആവും. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രെയിനിങ് എല്ലാം നമ്മൾ തരും കേട്ടോ. എന്തൊക്കെയാണ് പുതിയ ടോപ്പിക്സ് എന്ന് നോക്കിയിട്ട് അതെല്ലാത്തിലും നിങ്ങൾക്ക് ഐഡിയാസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇംഗ്ലീഷ് മാത്രമല്ല, റൈറ്റിംഗിലും കുറെ എസ്സേ ടോപ്പിക്സിന് ചേഞ്ച് ഉണ്ട്. നമുക്ക് ടാസ്ക് 1 ജനറലിലാണെങ്കിൽ 3 ടൈപ്പ് ലെറ്ററും അക്കാഡമിക്കിനാണെങ്കിൽ ചാർട്ടുകളുമാണ്. പിന്നെ ടാസ്ക് 2 എസ്സേസ്, അതിൽ നമുക്ക് 9 മോഡൽ എസ്സേസ് ആണുള്ളത്. അതിൽ കുറെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്. ആ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടായിരിക്കും എസ്സേസ് ചോദിക്കുന്നുണ്ടാവുക. അതിലേക്കും കുറച്ചും കൂടെ ടോപ്പിക്സ് ആഡ് ചെയ്യും. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, സ്പേസ് റിസർച്ച്, ടെക്നോളജി, ന്യൂ ഇന്നോവേഷൻസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് വരും വീഡിയോസിൽ ചേഞ്ചസ് ഞാൻ പറയുന്നതായിരിക്കും. പാറ്റേണിനൊന്നും ഒരു ചേഞ്ച് ഇല്ല. റൈറ്റിംഗ് 1 hour ആണ്, ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. പിന്നെ ലിസണിങ് നമുക്ക് 4 സെക്ഷൻ ആണ്, 40 ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് റീഡിങ് 3 സെക്ഷൻ ആണ്, 40 ക്വസ്റ്റ്യൻസ്, 1 hour. പിന്നെ അതുപോലെ തന്നെ സ്പീക്കിംഗ് 15 to 20 minutes ആ റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും. 15 minutesലാണ് പ്രോബബ്ലി. അപ്പം സ്പീക്കിങ്ങിന്റെയും റൈറ്റിംഗിന്റെയും ടോപ്പിക്സ് ഒക്കെ കുറെ ചേഞ്ച് ചെയ്യുന്നതല്ലാതെ ഒരു സംഭവം അതിന്റെ ഒരു ഫോർമാറ്റ് ഒന്നും ചേഞ്ച് ഉണ്ടാവത്തില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് അറിയാം സിംഗിൾ മൊഡ്യൂൾ റീടേക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു മൊഡ്യൂൾ ഏതെങ്കിലും ലിസണിങ്ങോ റീഡിങ്ങോ ഏതെങ്കിലും ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 60 days നമുക്ക് ആ ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് റീഅപ്പിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ചില യൂണിവേഴ്സിറ്റീസ് ഒന്നും സിംഗിൾ മൊഡ്യൂൾ റീടേക്ക് ഓപ്ഷൻ അവര് എലിജിബിൾ അല്ല ചില യൂണിവേഴ്സിറ്റിയിലൊന്നും. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ സിംഗിൾ മൊഡ്യൂൾ ഒക്കെ എഴുതുന്നത്. ഇപ്പം കൂടുതലായിട്ടും കുറെ യൂണിവേഴ്സിറ്റി നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ സിംഗിൾ ടേക്കിൽ തന്നെ നമുക്ക് എല്ലാ മൊഡ്യൂൾസും കിട്ടണം എന്നൊക്കെ റൂൾ വെക്കുന്നുണ്ട്. ചിലയിടത്ത് റീടേക്ക് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കോളേജാണ് നോക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നത് എന്നൊക്കെ അനുസരിച്ച് നിങ്ങൾ അത് വേണോ വേണ്ടോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുക. സിംഗിൾ മൊഡ്യൂൾ റീടേക്ക് ഓപ്ഷൻ കമ്പ്യൂട്ടർ ബേസിന് ഉണ്ടെങ്കിലും എല്ലായിടത്തും ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇതൊക്കെയാണ് ഇനീഷ്യൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ചേഞ്ചസ്. ഇനി വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവര് നമ്മൾ ഒഫീഷ്യലായിട്ട് അറിയിക്കും. അപ്പോൾ അതപ്പം തന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഇനി അബ്രോഡൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ IELTS പഠിക്കാം, അല്ലെങ്കിൽ OET പഠിക്കാം, PTE പഠിക്കാം എന്നൊക്കെ ഉള്ള റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. 2025 നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തോടൊപ്പോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ പഠിക്കാനോ PR അല്ലെങ്കിൽ ജോബായിട്ടോ എന്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എബ്രോഡൊക്കെ എത്താൻ പറ്റട്ടെ. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ റെഡിയാണ്. നമ്മുടെ ഇപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ക്ലാസ്സസ് നിങ്ങളുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ് വിത്ത് ഫ്രീ മെറ്റീരിയൽസ് ആൻഡ് ഫ്രീ ഗൈഡൻസ് ടിൽ ദ എക്സാമിനേഷൻ. അപ്പം പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.